ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ഇന്ന് നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ കൊക്കോ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കൊക്കോ പൗഡർ നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു കൊക്കോ മരമാണ്. ഈ കൊക്കോ മരത്തിലെ ഫ്രൂട്ട് കിടക്കുന്നത് കണ്ടോ? ഇതാണ് കൊക്കോക്ക എന്ന് ഞങ്ങൾ പറയുന്നത്. ഇത് പച്ചയാണ്. ഇത് പഴമായൊരു ഫ്രൂട്ടാണ് ഈ കാണുന്നത്. സാധാരണ ഇതിനകത്ത് നിറച്ചുള്ളതാണ്. ഇപ്പോൾ സീസൺ കഴിയാൻ പോകുന്നതാണ്. ഇപ്പം എന്നിട്ട് വിരളമായിട്ട് കുറച്ചുണ്ടായി കിടക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് കാണാം. ഇതിൻ്റെ അകത്തെ സീഡ് കാണാം. ഇതാണ് കൊക്കോ ബീന്. അപ്പം ഇതിനകത്തു നിന്നാണ്, ഈ കൊക്കോ ബീനിൽ നിന്നാണ് ഇത് ഉണക്കിയിട്ട് ഇത് ഡ്രൈ ചെയ്തിട്ടാണ് നമുക്ക് കൊക്കോ പൗഡർ കിട്ടുന്നത്. ഇത് പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്ന കൊക്കോ പൗഡർ എന്ന് പറയുന്നത് മക്കോഫ കൊക്കോ പൗഡറാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിന്ന് ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് തയ്യാറാക്കുകയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: പാല്, മക്കോഫ കൊക്കോ പൗഡർ, പഞ്ചസാര. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നതാണ് ഈ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഞാനിത് മേടിച്ചിരിക്കുന്ന മക്കോഫ കൊക്കോ പൗഡർ 1/2 കിലോയുടെ ഒരു പാക്കറ്റാണ്. ഇതിന് എനിക്ക് 1000 രൂപയായി. ഇനി 250 ഗ്രാം മുതലുള്ള പാക്കറ്റുകൾ അവരുടെ കയ്യിലുണ്ടെന്നാണ് കേട്ടത്. 250, 1/2 കിലോ, 1 കിലോയുടെ ബോക്സുകൾ നമുക്ക് ലഭ്യമാണ്. നമുക്ക് നേരിട്ട് മേടിക്കാം. മൂന്നാറിനടുത്താണ് ഷോപ്പ്. ഇനി അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ സാധിക്കുന്നതാണ്. ഈ പ്രാവശ്യം ഞാൻ ഇത് ഓൺലൈനായിട്ടാണ് മേടിച്ചത്. മൂന്നാർ പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അല്ലാതെ വാങ്ങിയിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്തതായിരുന്നു മൂന്നാറിൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ തന്നെയാണ് ഈ ചോക്ലേറ്റ് പൗഡർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കൊക്കോ പൗഡർ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൊക്കോ ബീൻ അത് കളക്ട് ചെയ്യുന്നത് അവിടെയുള്ള ഇടുക്കി പ്രദേശങ്ങളിലുള്ള ഓർഗാനിക് ഫാമുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി ഓവർ പ്രോസസ്സിങ് നടത്തുന്നില്ല. അതുപോലെ തന്നെ ബ്ലീച്ചിങ് പ്രോസസ്സ് നടത്തുന്നില്ല. അതായത് നാച്ചുറലായിട്ട് തയ്യാറാക്കുന്ന ഒന്നാണ് ഈ കൊക്കോ പൗഡർ. അപ്പോൾ നമുക്ക് ഈ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 1 ഗ്ലാസ് ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് ആണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി പാല് നമുക്ക് ചൂടാക്കാം. പാല് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓഫാക്കാം. അപ്പോൾ പാല് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗ്ലാസ്സിലേക്കാണോ പകർത്തേണ്ടത് അതിലേക്ക് ഒഴിക്കുക. ഇനി വളരെ സിമ്പിളാണ്. ഇതിൻ്റെ 1/2 ടീസ്പൂൺ മക്കോഫ കൊക്കോ പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നല്ല ഉണങ്ങിയിരിക്കുന്ന സ്പൂൺ വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി. ഒട്ടും നനവ് പാടില്ല. അപ്പം 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറായി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഇളക്കുക. നമുക്ക് ആവശ്യമാണെങ്കിൽ ഇനി പഞ്ചസാര വേണ്ടെങ്കിൽ ഇടണ്ട. നമുക്ക് കുട്ടികൾക്കൊക്കെ അല്പം പഞ്ചസാര വേണമായിരിക്കും. അപ്പോൾ അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കുടിക്കാം. ഇനി ഇതിനകത്തേക്ക് വാനിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു അല്പം വാനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു അല്പം ഒഴിക്കുകയാണ്, ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം വേറൊരു ടേസ്റ്റിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇനി ഇത് മാത്രമല്ല, ഈ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് മാത്രമല്ല നമ്മുടെ ഈ മക്കോഫ കൊക്കോ പൗഡർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നത്. നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലിടാം. അതുപോലെ തന്നെ മിൽക്ക് ഷേക്ക്, അതിനൊക്കെ നമുക്ക് ഈ മക്കോഫ കൊക്കോ പൗഡർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലുള്ള ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് തയ്യാറാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും കുടിക്കാം. എനിക്കും വളരെ ഇഷ്ടപ്പെട്ടതാണ് ഈ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ മക്കോഫ കൊക്കോ പൗഡർ വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.